സാന്ത്വനത്തിൻ്റെ ഇനി വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ നഷ്ടപ്പെടുത്തിയ പേപ്പർ താൻ തന്നെ എങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കണം എന്നുള്ള വാശിയിൽ, അതുപോലെ തന്നെ മീനാക്ഷിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തൻ്റെ ശത്രുവായി മാറും എന്നുള്ള കാര്യവും ദേവിക്ക് മനസ്സിലായതുകൊണ്ടാണ് ദേവി ആ കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇനി ആനന്ദിൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് കൃഷ്ണമംഗലത്ത് പോയി കള്ളനെ പോലെ പാത്തും പതുങ്ങി ആ കടൽ പേപ്പർ സ്വന്തമാക്കണത്. എന്തായാലും ബാലൻ ആ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എല്ലാവരോടും മീനാക്ഷിയോട്, പ്രത്യേകിച്ച് മീനാക്ഷിയോടും ഓഫീസിലൊക്കെ ചെന്ന് പറയും ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ദേവിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വായിച്ച് നോക്കൂലേ ആരായാലും എന്നൊരു ചിന്ത ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആകെ ഒരു സപ്പോർട്ട് ദേവമംഗലത്ത് ബാലൻ മാത്രമാണ്. അതും കൂടി ഇല്ലാണ്ടായാൽ ദേവി ആകെ കുടുങ്ങും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദേവി ആ പേപ്പർ ഒരു കണക്കിനെടുത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മീനാക്ഷിക്ക് കൈമാറുന്നത്. ആനന്ദിനാണെങ്കിൽ വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഷർട്ടിൽ ദേവിയുടെ മണം ഉണ്ടായിരുന്നു. ആ ഷർട്ടാണ് ഇട്ടിട്ട് കൃഷ്ണമംഗലത്തെ കള്ളനെ കണ്ടതെന്ന് പറഞ്ഞ്. അപ്പം ദേവി എന്തിനാ ആ ഷർട്ടും മുണ്ടെടുത്ത് കൃഷ്ണമംഗലത്ത് പോയി എന്നൊരു ചോദ്യം ആനന്ദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആനന്ദ് അത് ചോദിച്ചപ്പോൾ ദേവി ഉത്തരം മുട്ടിക്കുന്ന പോലെയുള്ള സംസാരം കൊണ്ട് തന്നെ, അത് കാരണം കൊണ്ട് തന്നെ ആനന്ദ് പിന്നെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. പക്ഷേ എന്തായാലും ആനന്ദിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രയ്ക്ക് വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. കാരണം ദേവീനെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ മീനാക്ഷി കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോൾ മിത്രയ്ക്ക് ചെറിയൊരു കുശുമ്പും മിത്രനോടുള്ള സ്നേഹം കുറഞ്ഞോ, ഇനി ദേവി ഏട്ടത്തിയും മീനാക്ഷി ചേച്ചിയും കൂടി കമ്പനി ആയാൽ താൻ പുറത്താവുമെന്നുള്ളൊരു തോന്നലും അങ്ങനെ മിത്രയുടെ മനസ്സിലൊരു കോംപ്ലക്സ് വന്ന് കയറുന്നുണ്ട്. അതെന്തായാലും ആര്യനോട് പറയുന്നുണ്ട്. കൃഷ്ണമംഗലത്ത് കള്ളനെ കണ്ടതും ഇവിടെ ദേവിയേട്ടത്തിനെ കാണാണ്ടായതും എന്നെ വാതുക്കൽ നിന്നും പറഞ്ഞയച്ചതായ കാര്യങ്ങളൊക്കെ ആര്യനോട് പറഞ്ഞെങ്കിലും പക്ഷെ ഒരിക്കലും ദേവി ആയിരിക്കില്ല ആ കള്ളൻ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആര്യന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ആര്യൻ എന്തായാലും ഒരാണാണ് ചാടുന്നത് കണ്ടത്. ദേവിയേട്ടത്തി എന്തായാലും അങ്ങനെയല്ലല്ലോ എന്നാണ് ആ പാവം വിചാരിച്ചിരുന്നത്. പിന്നീട് പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ദേവമംഗലത്ത് വീണ്ടും ഒരു സന്തോഷമൊക്കെ ആയിരിക്കുന്ന സമയത്ത് ബാലന് വല്ലാത്തൊരു സംശയം മനസ്സിൽ. കാരണം ഇത്രയും ദേവിയുടെ കാര്യത്തിൽ തനിക്ക് തെറ്റ് പറ്റിയോ എന്നിങ്ങനൊരു തോന്നൽ. കാരണം ദേവിക്ക് പഠിപ്പുണ്ടായിരുന്നെങ്കിൽ ദേവി ആ പേപ്പർ അങ്ങനെ ചുറ്റിക്കൂട്ടി കളയില്ല. എൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള അവൾ ആ പേപ്പർ വായിച്ചത്, അങ്ങനെ മുഖ്യമന്ത്രിയുടെ സൈനൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും, അതും പ്രത്യേകിച്ച് MA വരെ പഠിച്ച ആൾക്ക് മനസ്സിലാവേണ്ടതല്ലേ. ആ സംശയം നമ്മുടെ ബാലൻ രാമേട്ടനോട് മാത്രം പറയുന്നുണ്ട്. വേറെ ആരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാമേട്ടനോട് ഇങ്ങനെ പറയുന്ന സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. മീനാക്ഷിയുടെ ജോലി നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ബാലന് സമാധാനമായിരുന്നു. പിന്നെ ബാലേട്ടൻ എന്ത് പറഞ്ഞാലും നമ്മുടെ രാമേട്ടൻ മറ്റൊരാളോടും പറയില്ല എന്നുള്ള ഉറപ്പും രാമേട്ടൻ ബാലൻ എന്ത് തെറ്റ് ചെയ്താലും രാമേട്ടൻ അത് തിരുത്തുന്നത് കൊണ്ട് തന്നെ രാമേട്ടനോട് ധൈര്യപ്പെട്ട് പറയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായത്. ദേവിമോൾ എൻ്റെ മുന്നിൽ കൊണ്ടു തന്ന പേപ്പർ എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ് രാമേട്ടൻ ഞാനത് അവളെ കൊണ്ട് തന്നെ വായിപ്പിച്ചത്. എൻ്റെ മുന്നിൽ നിന്നും കഴിഞ്ഞിട്ട് അവൾ വായിച്ചു. ഉറക്കനെയൊന്നും വായിച്ചില്ല, മനസ്സിൽ വായിച്ചിട്ട് ഇത് കൊള്ളില്ലാത്തൊരു വേസ്റ്റ് പേപ്പറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ചുരുട്ടിക്കൂട്ടി കളയാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് അവൾ അത് വായിച്ചപ്പോൾ അവൾക്കത് മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ ആണെന്നും മീനാക്ഷിയുടെ ഓഫീസിലത്തെ എന്നും. അതൊക്കെ എൻ്റെ മനസ്സിൽ സംശയമായി കിടക്കുന്നു. രാമേട്ട എന്ന് പറയും. അവൾക്ക് പഠിപ്പില്ലേ? അവൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞതാണോ ദേവിയുടെ അച്ഛനും അമ്മയും? ദേവിയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ ദേവിക്ക് എന്തോ പഠിപ്പും വിവരമില്ലാത്തൊരു പെണ്ണിൻ്റെ പോലത്തെ ഒരു പെരുമാറ്റമൊക്കെ ഇനി അവൾ കാണിച്ചു കൂട്ടുന്ന രാമേട്ട. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സംശയമുണ്ട്. ദേവി മോൾക്ക് പഠിപ്പുണ്ടോ? ദേവിൻ്റെ കാര്യത്തിൽ തെറ്റ് പറ്റിയോ എന്നൊരു ചെറിയൊരു സംശയം എനിക്കുണ്ട് രാമേട്ട എന്ന് പറയുമ്പോൾ രാമേട്ടൻ ബാലനെ സമാധാനിപ്പിക്കുന്നുണ്ടേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇനി സാന്ത്വനത്തിൽ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.